എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് പരീക്ഷകളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ടോപ്പിക്കാണ് ഹൗ ടു ഇവാലുവേറ്റ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഏതൊക്കെ രീതിയിലാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒന്ന് അനലൈസ് ചെയ്യാന്ന് പറയും, ഒന്ന് വിശകലനം ചെയ്യുക. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ എങ്ങനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് കേൾക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, തുടക്കം മുതൽ അവസാനം വരെ കേൾക്കണം കേട്ടോ. എന്നാൽ അതിന്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എന്താണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഇൻ ടു എ ജൈജാന്റിക് ഫോം എന്നാണ്. അതായത് നമ്മൾ 1904 നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിക്ക് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ധാരാളം ലാർജ് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ. അതായത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ മേഖലയിൽ. അപ്പൊ അത് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഇൻ ടു എ ജൈജാന്റിക് ഫോം. വളരെ വലുതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടർ ഇന്ത്യയിലാണ്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് ഇൻ ഓൾ വർക്ക്സ് ഓഫ് ലൈഫ് ലൈക്ക് ക്രെഡിറ്റ്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സർവീസ്, അങ്ങനെ എല്ലാ മേഖലകളിലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഒഴികെ ബാക്കിയുള്ള ഒരു മേഖലയും ഒരു പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായില്ല, ഒരു സക്സസ് ഉണ്ടായില്ല. ക്രെഡിറ്റ് സൊസൈറ്റി വിജയിച്ചുവെങ്കിലും അതായത് ബാക്കിയുള്ള നോൺ ക്രെഡിറ്റ് മേഖല അത്ര വേണ്ട രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി സാധിച്ചില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് പല കമ്മിറ്റികളും പല കമ്മീഷനൊക്കെ വെച്ചു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? ഓക്കെ, എന്തുകൊണ്ടാണ്? വാട്ട് ആർ ദ ഡൗൺഫോൾ ഫോർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ വേരിയസ് സെക്ടർ? ക്രെഡിറ്റ് അല്ലാതെ ബാക്കിയുള്ള സെക്ടറുകളിൽ എന്തുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പരാജയപ്പെട്ടത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെയും കമ്മീഷനൊക്കെ വെച്ചുവെങ്കിലും അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ആ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഇല്ലാതെ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. നോക്കിക്കേ, ദ സക്സസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽ ബി വ്യൂഡ് ഇൻ 3 dimensions. 3 മാനം അല്ലെങ്കിൽ 3 തലമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസിനെ നിശ്ചയിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മെമ്പർ ഡയമെൻഷൻ, എന്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ. ഓർത്ത് വെച്ചേക്കണം. എന്താണ്? ദ ഇവാലുവേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി മെയ്ഡ് ഇൻ 3 dimension ആണ്. 3 തലം അല്ലെങ്കിൽ 3 മാനത്തിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, സക്സസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിജയത്തെ. അത് ഏതൊക്കെയാണ്? ഒന്ന്, മെമ്പർ ഡയമെൻഷൻ, മെമ്പറിന്റെ മാനം, മെമ്പർ തലത്തിൽ. 2, എന്റർപ്രൈസസ് ഡയമെൻഷൻ. 3, എത്തിക്കൽ ഡയമെൻഷൻ. ഏതൊക്കെയാണ്? മെമ്പർ ഡയമെൻഷൻ, എന്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ. ഈ 3 വ്യൂ പോയിന്റിലാണ്, 3 തലത്തിലാണ്, 3 മാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ സക്സസിനെ വിലയിരുത്തുന്നത്. അതിൽ ആദ്യതാണ് മെമ്പർ ഡയമെൻഷൻ. നോക്കിക്കേ, there is lack of members participation in decision making process. നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണെന്ന് നമ്മൾ പലവട്ടം പഠിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ചോദ്യം നമ്മൾ പറയില്ലേ, അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ്? ആസ് പെർ സെക്ഷൻ 27 ഓഫ് KCS ആക്ട് ആരാണ്? ജനറൽ ബോഡിയാണ്, അല്ലെ? ജനറൽ ബോഡിയാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? എന്നിരുന്നാലും there is lack of members participation in decision making process. ഓക്കെ, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ആരെ പങ്കെടുപ്പിക്കുന്നില്ല? മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ പറ്റത്തില്ല. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ പല മെമ്പർമാരും അതിൽ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, എന്നിരുന്നാലും നമ്മളിവിടെ മെമ്പർ ഡയമെൻഷൻസിൽ വിലയിരുത്തുമ്പോൾ എന്താണ്? there is lack of members participation ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ മെമ്പറിന്റെ പങ്കാളിത്തം കുറവാണ്. Then അതുപോലെ പറയുന്നുണ്ട്, many of the cooperatives at all levels are dominated by the government employed secretaries അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സ് എന്നാണ്.
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡി നമുക്ക് പറയുമെങ്കിലും മെമ്പേഴ്സ് എന്ന് പറയുമെങ്കിലും എന്താണ് പല കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും ഡോമിനേറ്റ് ചെയ്യുന്ന അതിന്റെ മേൽക്കോയ്മ, ആ സംഘത്തിന്റെ മേൽക്കോയ്മ അല്ലെങ്കിൽ അതിന്റെ അധികാര പ്രമാണി എന്ന് പറയുന്നത് ആരാണ്? ഒന്നെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയിഡ് സെക്രട്ടറിയോ അല്ലെങ്കിൽ MDO ആയിരിക്കും. അവരാണ് അവിടുത്തെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ജനറൽ ബോഡി ആണെന്ന് പറയുമെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ആരാണ്? ആ ഗവൺമെന്റോ അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറിയോ അല്ലെങ്കിൽ MDO ആയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത് പറയുന്നുണ്ട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഹാവ് ജനറലി ബിക്കെയിം ഒഫീഷ്യൽ ഡ്രിവൺ റാദർ ദാൻ മെമ്പർ ഡ്രിവൺ എന്ന്. നമ്മുടെ ഇന്ത്യയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് വായ്പാ സംഘങ്ങള് അവരുടെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത് മെമ്പർ അല്ല, മറിച്ച് അവിടുത്തെ ആരാണ്? ഒഫീഷ്യൽ ഡ്രിവൺ, ഓഫീസേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്? എപ്പോഴും ഒരു സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആര് പറയുന്ന അനുസരിച്ചായിരിക്കണം? മെമ്പർ പറയുന്ന അനുസരിച്ചായിരിക്കണം. ഓക്കെ, ദേ ആർ ദ ഓണേഴ്സ്, അവരാണ് ഓണേഴ്സ്, അവർക്കാണ് വോയിസ് ഉള്ളത്. ബട്ട് ഇതൊക്കെ വെറും വാക്കിൽ മാത്രമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ബുക്കിലെ എന്താ പറയുക ചില അക്ഷരങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. മെമ്പറിന് വേണ്ട വോയിസ് എവിടെയില്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിട്ടുന്നില്ല. അതും അതിന്റെ സക്സസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മെമ്പറിന്റെ വ്യൂ പോയിന്റിൽ. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട് ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ എ നമ്പർ ഓഫ് കേസസ് ഡു നോട്ട് നോ ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡു നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദെയർ സൊസൈറ്റി. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു ഇലക്ടഡ് ഡയറക്ടർ അല്ലെങ്കിൽ ഇലക്ട് ചെയ്യപ്പെട്ട മെമ്പർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന മെമ്പർ ഉണ്ട്. ആ മെമ്പറിന് കൃത്യമായിട്ട് അറിയത്തില്ല തന്റെ റൈറ്റ്സ് എന്താണ്, തന്റെ ലയബിലിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ എന്താണ് തന്റെ സംഘത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ലാത്ത കുറെ മെമ്പർമാരെ ഇലക്ട് ചെയ്ത് വിടും. ഓക്കെ, നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി സംവരണമുണ്ട്, വനിതാ മെമ്പറുണ്ട്, 3 മെമ്പർമാർ പറയുന്നുണ്ട്, SC/ST മെമ്പർമാർ പറയുന്നുണ്ട് ഒരാള്. അപ്പൊ അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് മെമ്പർമാർ വരുന്നുണ്ട്. അപ്പൊ ഒരു മെമ്പറായിട്ട് ഒരാളെ ഇലക്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും ആ സംഘം എന്താണ്, ആ സംഘത്തിൽ നടത്തപ്പെടുന്ന ബിസിനസ് എന്താണ്, സംഘത്തിൽ നടക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങൾ എന്താണ്, ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ സംഘത്തിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എന്തൊക്കെ ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ അറിവ് അവിടത്തേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് അറ്റൻഡിങ് ദ ബോർഡ് മീറ്റിംഗ് ഫോർ ഗെറ്റിംഗ് TA ആണ്. TA കിട്ടാനോ സിറ്റിംഗ് ഫീ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവാത്ത ബോർഡ് മെമ്പർമാരുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റിവെക്കണം. ഇതൊക്കെ ഒഴിവായാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ഇല്ല. അതും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസിനെ വിലയിരുത്തുന്ന ഒരു മെമ്പറിന്റെ വ്യൂ പോയിന്റ് വിലയിരുത്തുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ദിസ് ഫിനോമിനൻ ഈസ് ഓഫൺ സീൻ ഇൻ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ദാൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. അതായത് ഇലക്ടഡ് ഡയറക്ടറിന്, ഇലക്ടഡ് മെമ്പറിന് എന്താണ് തന്റെ റൈറ്റ്സോ ലയബിലിറ്റീസോ അല്ലെങ്കിൽ എന്താണ് ആ സംഘത്തിൽ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അത് ഏറ്റവും കൂടുതൽ ബാധകമായിട്ടുള്ളത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ഡയറക്ടേഴ്സിനാണ്. ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ഡയറക്ടേഴ്സിന് ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, എന്നാലും കുറെ സംഘങ്ങളിലെ ഡയറക്ടേഴ്സിന് ഇപ്പോഴും അറിയാം. എല്ലാവർക്കും അല്ല കേട്ടോ. ചില സംഘങ്ങളിലെ ഡയറക്ടേഴ്സ് വളരെ ഏബിൾ ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയുക 6 ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്ന ഡോർമെന്റ് സൊസൈറ്റി ആയിട്ടൊക്കെ പോകുന്ന സംഘത്തിലെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവര് വെറുതെ വന്നു പോകുന്ന ആൾക്കാരാണ്. അവര് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കുറെ ആൾക്കാർക്ക് ലോണ് റെക്കമെൻഡ് ചെയ്യാനുള്ള ആൾക്കാരാണ് അവര്. ഓക്കെ, അവർക്ക് കൃത്യമായിട്ട് സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണ്. അപ്പൊ അങ്ങനെയുള്ള അവര് ഭരിക്കുമ്പോഴാണ് ഒരു സംഘം ഈ ഡോർമെന്റ് അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഡിയിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ള സംഘങ്ങളിലാണ്. അല്ലാതെ ഈ സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിൽ, അതിനൊത്തു പോകുന്ന ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ആ സംഘത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു തട്ടില്, സെക്രട്ടറി അല്ലെങ്കിൽ മറ്റ് ഓഫീസ് ബെയറേഴ്സ് മറ്റ് എംപ്ലോയീസും വേറൊരു തട്ടില്, ഇങ്ങനെ പോയാൽ ഒരു കാരണവശാലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സക്സീഡ് ചെയ്യത്തില്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സക്സസ് എന്ന് പറയുന്നത് ലോണ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ലെൻഡിങ് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? റിക്കവറിക്കുണ്ട്. റിക്കവറിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം റിക്കവറിയാണ്. അപ്പോൾ റിക്കവറി വരുമ്പോഴത്തേക്കും ലോണ് കൊടുക്കാൻ മാത്രം പോരാ ഡയറക്ടേഴ്സ്. ഹൈ വാല്യൂ ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ മുന്നോട്ടിറങ്ങണം.
കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസും അതിനോടൊപ്പം നിൽക്കണം. എങ്കിൽ അവിടെ റിക്കവറി എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് നടക്കും. ഓക്കെ, അതൊന്നും അറിയാൻ വയ്യാത്ത കുറെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് വരികയാണെങ്കിൽ ആ സംഘത്തിന്റെ കാര്യത്തിൽ തീരുമാനമാണ്. ഓക്കെ, പറയുന്നുണ്ട് ഫോർ ബെറ്റർ വർക്കിംഗ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സൊസൈറ്റി എൻലൈറ്റൻഡ് മെമ്പേഴ്സ് ആർ നെസസറി. എൻലൈറ്റൻഡ് മെമ്പേഴ്സ് എന്താണ് ഈ കോപ്പറേറ്റീവ് സ്ഥാപനം? അത് എൻലൈറ്റൻഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരാൻ. അപ്പം വെറും മെമ്പർ പോരാ, എൻലൈറ്റൻഡ് മെമ്പർഷിപ്പ് ആണ് വേണ്ടത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിജയത്തിന്. ഓക്കെ, ഫോർ ദിസ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആൻഡ് അതർ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി ഓർഗനൈസ്ഡ്. അപ്പോൾ ഒരു എൻലൈറ്റൻഡ് മെമ്പർ വേണമെങ്കിൽ, അങ്ങനെയുള്ള മെമ്പേഴ്സ് വേണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കണം. ഒരു മെമ്പർ എന്താണ് തന്റെ റൈറ്റ്സ്, എന്താണ് ലയബിലിറ്റി, എന്താണ് ഒരു മെമ്പർക്ക് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിലെ റോള് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. 1957 മുതൽ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുന്നുണ്ട്. ഉള്ള സാധനം തന്നെയാണ്. ഓക്കെ, ആൻഡ് അതർ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി ഓർഗനൈസ്ഡ്. അതുകൂടാതെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് സെന്റർ ഒക്കെ ഉണ്ടല്ലോ, അവിടെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അക്സ്തി, നമുക്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേരള ബാങ്കിന് കീഴിലെ. ITM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് KCRDBയുടെ കീഴിലെ. മിൽക്ക് സൊസൈറ്റിയുടെ കീഴിൽ KCMMFന് തൃശ്ശൂർ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ് സെന്ററിന് കീഴില് ഇതേപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ആവശ്യമായിട്ടുള്ള എന്ത് കൊടുക്കണം? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതാണ് ഒരു മെമ്പർ ഡയമെൻഷനില് ഒരു സക്സസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വിലയിരുത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ റെഡിയാവാനുണ്ട്. ഇതൊക്കെ റെഡിയായാൽ ആ കോപ്പറേറ്റീവ് സ്ഥാപനം ഷുവർ ആയിട്ട് എന്ത് ചെയ്യും? സക്സീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഡയമെൻഷൻ, മെമ്പർ ഡയമെൻഷൻ. രണ്ടാമത്തെ എന്താണ്? എന്റർപ്രൈസ് ഡയമെൻഷൻ. എന്റർപ്രൈസ് ഡയമെൻഷൻ നമുക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ എന്റർപ്രൈസ്, ഒരു സംരംഭവും കൂടിയാണ്. ഓക്കെ, നമുക്കറിയാലോ. ഓക്കെ, എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സൈമൾട്ടേനിയസ്ലി എ മെമ്പർ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ എന്റർപ്രൈസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾ മെമ്പർ ആകുമ്പോൾ അയാൾ 2 മെമ്പർഷിപ്പാണ് അവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എന്താ? അയാൾ ആ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ആണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ടാവും, ഒരു എന്റർപ്രൈസ് ആണ് അവർ നടത്തുന്നത്, അതിലെയും കൂടെ മെമ്പർ ആകുകയാണ്. അതാണ് എന്റർപ്രൈസ് ഡയമെൻഷനിൽ പറയുന്നത്. ഇൻ സച്ച് ആസ് എ കോപ്പറേറ്റീവ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെമ്പർ. ഈ ഒരു വ്യൂ പോയിന്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് മെമ്പറിന്റെ അസോസിയേഷൻ ആണ്. ഫോംഡ് ബൈ ദ മെമ്പർ, അത് രൂപീകരിക്കുന്ന മെമ്പർ തന്നെയാണ്. ആൻഡ് ഫോർ ദ മെമ്പർ, അത് മെമ്പേഴ്സിന് വേണ്ടി തന്നെയാണ്. ഓക്കെ, അതാണ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറയില്ലേ ഡെമോക്രസി. അതുപോലെ തന്നെയാണ് ഡെമോക്രസി കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഷുർ ചെയ്യുന്ന അങ്ങനെയാണ്. മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, മെമ്പേഴ്സിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെ, അവരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്ന മെമ്പറാണ്. ആർക്ക് വേണ്ടിയിട്ട്? മെമ്പേഴ്സിന് വേണ്ടി തന്നെയാണ്. ഒരു എന്റർപ്രൈസ്, ഒരു സംരംഭം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഹാസ് ടു ബി ഗവേൺഡ് ബൈ ദ വാല്യൂസ് ഓഫ് ദ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ചില മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ? അവർ പ്രവർത്തിക്കാൻ. ചില മൂല്യങ്ങളെ ഫോളോ ചെയ്യണം, അല്ലെ? മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ. പറയുന്നുണ്ട്, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സോഷ്യൽ സിസ്റ്റം ഓർഗനൈസ്ഡ് അറൗണ്ട് വാല്യൂസ് എന്നാണ്. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ സിസ്റ്റം ആണ്. അതിനെന്താ? അറൗണ്ട് ചില മൂല്യങ്ങളുണ്ട്. എ സോഷ്യൽ സിസ്റ്റം ഇംപ്ലൈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? നോംസ് ഉണ്ട്, ചില നോംസ്, മൂല്യങ്ങള്, ഐഡിയോളജി, ആശയങ്ങള്, റൂൾസ്, ചട്ടങ്ങള്, കണ്ടീഷൻസ് ഓഫ് ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം, വിച്ച് ആർ എസെൻഷ്യൽ ഫോർ അച്ചീവിംഗ് ദ വാല്യൂ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ മൂല്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നേടിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ഇൻ ദിസ് സെൻസ് ദ മെമ്പർ സൈഡ് ഓഫ് എ കോപ്പറേറ്റീവ് ഈസ് ആൻ അസോസിയേഷൻ. ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ആണത്. എന്ത്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്താണ്? ഇതൊരു സോഷ്യോ എക്കണോമിക് സിസ്റ്റം ആണ്. വിച്ച് ഈസ് ഓർഗനൈസ്ഡ് അറൗണ്ട് സർട്ടൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് വാല്യൂസ്. 2 വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. സാമൂഹ്യപരമായ ചില മൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികപരമായ ചില മൂല്യങ്ങളും കൂടെയുണ്ട്. എക്കണോമിക് വാല്യൂസ് ആരെ സംബന്ധിച്ചാണ്? ഫോർ ദ മെമ്പേഴ്സ് ആണ്. സോഷ്യൽ വാല്യൂ
എവിടെയാണോ ഈ സംഘം സിറ്റുവേറ്റ് ചെയ്യുന്നത് അവര് അതിന്റെ ചുറ്റുപാടോട് അതിന്റെ സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയുണ്ട്. അതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ. ഇതാണ് ഏതിൽ പറയുന്നത്, എന്റർപ്രൈസ് ഡയമെൻഷനിൽ. രണ്ടും നോക്കണം, എക്കണോമിക് വാല്യൂസും പരിഗണിക്കണം, അറ്റ് ദ സെയിം ടൈം സോഷ്യൽ വാല്യൂസും നോക്കണം. Social values are relevant in an organization because the individual in a cooperative has an identity and always retains it. എന്തുകൊണ്ടാണ് സോഷ്യൽ വാല്യൂ ഇത്രയധികം ഇമ്പോർട്ടൻസ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനില്? സോഷ്യൽ വാല്യൂ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ എന്താണ് പറഞ്ഞത്? ദ ഇൻഡിവിജ്വൽ, ഇതൊരു കോപ്പറേറ്റീവ് സാധനം എന്താണ്? ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അയാൾ എവിടുന്നാ വരുന്നത്? ചന്ദ്രനിൽ നിന്നാണോ? അല്ല, ഹി ബിലോങ്സ് ടു എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് അയാൾ. അതുകൊണ്ട് അയാൾക്ക് അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് എപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പൊ എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? സോഷ്യൽ വാല്യൂവും കൂടെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. എക്കണോമിക് വാല്യൂസ് ഈക്വലി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് പെർമിറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. എക്കണോമിക് വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വെരി എക്സിസ്റ്റൻസ് തന്നെ എന്താണ്? എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പറാ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക് വാല്യൂ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. സോ ദ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഇൻ എ കോപ്പറേറ്റീവ് ഇംപ്ലൈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലെ സോഷ്യോ എക്കണോമിക് സിസ്റ്റം വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇതൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. എന്താണിത്? ഇതൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ്. ക്യാരക്ടറൈസ്ഡ് ബൈ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത? ഒന്ന്, പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. എല്ലാവരും എന്ത് ചെയ്യണം? ആക്റ്റീവായിട്ട് പങ്കാളികളാവണം. എവിടെ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ. രണ്ട്, സെൽഫ് റെഗുലേഷൻ, സ്വയം നിയന്ത്രിക്കണം. കാര്യം നമ്മുടെ സ്ഥാപനമാണ്, ഇവിടെ ആരും വന്ന് നമ്മളെ നിയന്ത്രിക്കാൻ വരത്തില്ല, നമ്മൾ തന്നെ എന്ത് ചെയ്യണം? സ്വയമേ നിയന്ത്രിക്കണം. മൂന്ന്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. മെമ്പറിന്റെ ഉത്തരവാദിത്തമാണ് ക്വാളിറ്റി ലീഡർഷിപ്പ് ഉള്ളവരെ ഇതിന്റെ സാരഥ്യം ഏൽപ്പിക്കേണ്ടത്. ഇപ്പൊ നമ്മള് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പഠിക്കൂല്ലേ, രമേശൻ പാലേരി അല്ലെ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോപ്പറേറ്റീവ് ലീഡർ ഇൻ കേരളയാണ്. കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവേ ഒരു ബെസ്റ്റ് കോപ്പറേറ്റർ പറയുമ്പോൾ നമ്മൾ രമേശൻ പാലേരി നമുക്ക് പറയാം, കോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ലീഡർഷിപ്പ് ഉള്ളവരെ നമ്മളല്ല മെമ്പർമാർ തിരഞ്ഞെടുക്കണം. ആരെങ്കിലും വെച്ചാൽ പോരാ, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ വെക്കണം. മുമ്പ് റബ്കോയുടെയൊക്കെ ചെയർമാനായിട്ട് വന്ന ഇ നാരായണൻ സാറിനെ പോലുള്ള ആൾക്കാര്, നമ്മുടെ ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിട്ടുള്ള VN വാസവൻ സാറിനെ പോലുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ഏബിൾ ആയുള്ള ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വേണം ഇതിന്റെ തലപ്പത്തേക്ക് വരണം. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആർക്കാ ഉള്ളത്? മെമ്പേഴ്സിനുണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? എക്കണോമിക് വാല്യൂസ് ലൈക്ക് മെമ്പർ പ്രോസ്പെരിറ്റി ആൻഡ് മെമ്പർ ഗ്രോത്ത്. എക്കണോമിക് വാല്യൂ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം അതാണ്. മെമ്പർ പ്രോസ്പെരിറ്റി. കാര്യം ഇതൊരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. അവർ പ്രവർത്തിക്കേണ്ടത് മെമ്പറിന്റെ ഗ്രോത്തിനും മെമ്പറിന്റെ പ്രോസ്പെരിറ്റിക്കും വേണ്ടിയിട്ടാണ്. അതാണ് കൺവെൻഷണൽ മോഡൽ പറയുന്നത്. പിന്നീട് വന്നപ്പോഴത്തേക്കും ഒന്നുകൂടെ പറഞ്ഞു എന്താണ്? ഇറ്റ് ഓൾസോ ടേക്കൺ ഇൻ ടു കൺസിഡർ ദ സൊസൈറ്റി. അതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി നമ്മൾ പഠിക്കുന്നത്. സൊസൈറ്റിയെയും കൂടി പരിഗണിക്കണം. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹാഫ് ഓഫ് ദ കോപ്പറേറ്റീവ് ഈസ് മെയിൻലി concerned with achieving the socio-economic values of the member. അതുകൊണ്ട് തന്നെ ഒരു എന്റർപ്രൈസ് ആംഗിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ഇത് പ്രധാനമായിട്ടും ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കമ്പോസ്ഡ് ഓഫ് എന്താണ്? സോഷ്യോ എക്കണോമിക് വാല്യൂസ്, സാമൂഹ്യ സാമ്പത്തിക മൂല്യങ്ങളിൽ കെട്ടിപ്പടുത്തിയ ഒരു സ്ഥാപനമാണ് ഇത്, ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം, ഒരു എന്റർപ്രൈസ് എന്ന രീതിയിൽ. രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ പറയുന്നുണ്ട് what are the institutional values of cooperative society? എന്തൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്? എന്തൊക്കെയാണ് മൂല്യങ്ങൾ? ഒരു കോപ്പറേറ്റീവ് ആസാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇതിന്റെ വാല്യൂസ്? പറയുന്നുണ്ട് എന്താണ്? മെമ്പർ പ്രോസ്പെരിറ്റി. നമ്മൾ പഠിച്ചാണ് ഇപ്പൊ മെമ്പർ പ്രോസ്പെരിറ്റി. എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോർ ദ സോഷ്യോ എക്കണോമിക് വെൽബീയിങ് ഓഫ് ദ മെമ്പർ. പ്രോഫിറ്റ് ഈസ് നോട്ട് എ മോട്ടീവ് ഓഫ് ദ കോപ്പറേറ്റീവ്സ്. Not considering the profit and loss aspect of performance appraisal is done on the basis of what is done for the welfare of its member. ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം എന്താണ്? ഇത് ഒരു സോഷ്യോ എക്കണോമിക് വെൽബീയിങ് ഓഫ് ദ മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്.
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടത് അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, പിന്നെ എന്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ നോക്കേണ്ടത് ഹൗ ഫാർ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആർ ബെനിഫിഷ്യൽ ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. എത്രമാത്രമാണ് ഇവരുടെ പ്രവർത്തനം സമൂഹത്തിന്റെ ക്ഷേമത്തിന് പ്രയോജനകരം, അതും കൂടെ വിലയിരുത്തണം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൽ ആദ്യം വരുന്ന പോയിന്റ് എന്താണ്? മെമ്പർ പ്രോസ്പെരിറ്റി ആണ് നോക്കേണ്ടത്. വാട്ട് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ അതിൽ ഈ പറയുന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഒന്ന്, മെമ്പർ പ്രോസ്പെരിറ്റി ഒരു വാല്യൂ ആണ്. രണ്ടെന്താ പറഞ്ഞത്? മെമ്പേഴ്സ് ഗ്രോത്ത്. Mere economic benefit to members is not enough in this economic system. An all-round prosperity should be the aim. വെറുതെ ഒരു എക്കണോമിക് ഗ്രോത്ത് മാത്രമാവരുത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ആരുടെ? മെമ്പറിന്റെ ഓൾറൗണ്ട് ഗ്രോത്ത് ആയിരിക്കണം. അതായത് എല്ലാ മേഖലയും, സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇല്ലേ, വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരിൽ ഉറപ്പുവരുത്തേണ്ടത്? തന്റെ മെമ്പറിൽ ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്ന് നമ്മൾ പഠിച്ചു, ഏതാണ്? മെമ്പർ പ്രോസ്പെരിറ്റി. രണ്ടെന്താണ്? മെമ്പർ ഗ്രോത്ത്. മൂന്നെന്താണ് പറഞ്ഞത്? മൂന്നെന്താണ്? പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ദ touchstone of its existence. Without sufficient participation of the member, the progress of the institution will be stagnated എന്നാ പറഞ്ഞത്. ആക്റ്റീവായിട്ട് അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കിക്കാണുവാൻ വേണ്ടി ഒരാളില്ല എങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും നമ്മുടെ പോരായ്മകൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു വളർച്ച ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുരടിച്ചു പോകും, സ്റ്റാഗ്നേറ്റഡ് ആയി പോകും. അപ്പൊ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയില് മെമ്പേഴ്സിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. അല്ലാതെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്കും വെറും ചായയും പരിപ്പോടെ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ തരുന്ന ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു അവസ്ഥ മാറണം. ആക്റ്റീവായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടണം. എന്നുവെച്ചാൽ ഡേ ടു ഡേ പ്രവർത്തനങ്ങളല്ല, ഇതേപോലെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ പോയി പങ്കെടുത്ത് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നമ്മുടെ മീൻസ് മെമ്പർ. ഓക്കെ, അപ്പൊ മെമ്പറിന്റെ ഗ്രോത്ത്, മെമ്പറിന്റെ പ്രോസ്പെരിറ്റി, മെമ്പറിന്റെ പാർട്ടിസിപ്പേഷൻ. അടുത്ത് എന്താ പറഞ്ഞത്? സെൽഫ് റെഗുലേഷൻ. നോക്കിക്കേ, റൂൾസ്, റെഗുലേഷൻസ്, ഡിസിഷൻ എക്സെട്ര ആർ എസെൻഷ്യൽ ഫോർ ദ വർക്കിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് എന്റർപ്രൈസ്. നമുക്കറിയാലോ, ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്തൊക്കെയാണ്? റൂൾസ്, റെഗുലേഷൻസ്, ഡിസിഷൻ. ഇതൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ചട്ടം ഉണ്ടാവണം. ഒരു സ്ഥാപനം രൂപീകരിക്കുമ്പോൾ നമ്മളൊരു ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചു, ഒരു ബിസിനസ് നമ്മൾ ആരംഭിച്ചു. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം അതിന് ടൈമിംഗ് ഉണ്ടാവണം. ഞാൻ എപ്പോ വരണം, എപ്പോ പോകണം, സ്റ്റാഫ്, അവർക്കുള്ള ലീവ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു റൂൾസ് ഉണ്ടാവണം, റെഗുലേഷൻസ് ഉണ്ടാവണം. ഓക്കെ, ദെൻ ഡിസിഷൻസ്. ഇതാണ് ഒരു എന്താ പറഞ്ഞത്, ഒരു എന്റർപ്രൈസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. But unlike in other forms of business enterprise, the rules and regulations are framed, imposed and obeyed by the members themselves. മറ്റ് കോപ്പറേറ്റീവ്, മറ്റ് ഓർഗനൈസേഷൻസ് ഇത് തയ്യാറാക്കി മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുകയാണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഒരിക്കലും അങ്ങനെയല്ല. കാര്യം എന്താ? നമ്മുടെ സ്ഥാപനമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾസുകളും റെഗുലേഷൻസുകളും എല്ലാം അത് പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ മറ്റൊരു എക്സ്റ്റേണൽ അതോറിറ്റി പറഞ്ഞിട്ടാവരുത് അത് പാലിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമേ റെഗുലേറ്റ് ചെയ്യപ്പെടണം, സെൽഫ് റെഗുലേറ്റഡ് ആയിരിക്കണം. ദെൻ അടുത്തത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. Another important value of cooperative is its leadership development. Survival of a cooperative society very much depends on effective leadership. ഞാൻ പറഞ്ഞതാണ്. Identify good leaders from among themselves is the task of the member. നല്ല ലീഡേഴ്സിനെ അവർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് മെമ്പേഴ്സിന്റെ ടാസ്ക് ആണ്. They should be in a position to define the leadership qualities required for the organization. Different times and elect the appropriate person. The leader should develop a culture that help the growth of the organization എന്നാണ് പറഞ്ഞത്. അവിടുത്തെ ലീഡർ, ആ ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വിജയിക്കുന്നത്. ലീഡറിന്റെ ക്വാളിറ്റിയാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡർ ആരാ എലക്ട് ചെയ്യുന്നത്? മെമ്പേഴ്സ് ആണ്. അപ്പൊ മെമ്പേഴ്സിന് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. തന്റെ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇന്നയാളാണ് വരേണ്ടത്, അയാൾക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടാവണം. ആ ക്വാളിറ്റിയുള്ള ആളുകളെ തന്നെ വേണം നമ്മൾക്കിടയിൽ നിന്നും, മെമ്പേഴ്സിടയിൽ നിന്ന് എന്ത് ചെയ്യാൻ, തെരഞ്ഞെടുത്ത് വിടാൻ.
ഓക്കെ, അങ്ങനെ വന്നാൽ ആ കോപ്പറേറ്റീവ് സ്ഥാപനം ഒരു എന്റർപ്രൈസ് എന്ന രീതിയിൽ എന്ത് ചെയ്യും? വളരെ ഉയരങ്ങൾ കീഴടക്കും. ഓക്കെ, ദെൻ ഇത്രയുമാണ് ഏത് ഡയമെൻഷനിൽ പറയുന്നത്? എന്റർപ്രൈസ് ഡയമെൻഷനിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഓർത്തു വെച്ചേക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡയമെൻഷൻ ഉണ്ട് അല്ലെ, 3 ആംഗിളിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒന്ന് മെമ്പർ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, 2 എന്റർപ്രൈസ് ഡയമെൻഷൻ പറഞ്ഞു, 3 എന്താണ്? എത്തിക്കൽ ഡയമെൻഷൻ. എത്തിക്കൽ ഡയമെൻഷൻ നോക്കേ, ഈച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി നീഡ്സ് ടു ഡെവലപ്പ് ഇറ്റ്സ് ഓൺ കോഡ് എന്നാണ്. ഓൺ കോഡ്, ഇവരുടേതായുള്ള കോഡ് ഇവർ തന്നെ ഡെവലപ്പ് ചെയ്യണം. കോഡ് എന്ന് വെച്ചാൽ എന്താ? കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റ ചട്ടങ്ങളാണ് പറയുന്നത്. which is likely to cover such matters as how it will treat the members who are shareholders. ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഏത് രീതിയിൽ പരിഗണിക്കും, അതായിരിക്കണം ഈ കോഡിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റവും ഏബിൾ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം വാല്യൂസ് അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. മെമ്പേഴ്സിന് അതുപോലെ അവർ പരിഗണിക്കുന്നുണ്ട്. കാര്യം മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഡയറക്ടർ ബോർഡ് ഭരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടി ആവരുത് അവർ ഭരിക്കേണ്ടത്. അവർ ഭരിക്കുമ്പോൾ എപ്പോഴും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ആരെ വരാൻ പാടുള്ളൂ? മെമ്പേഴ്സ്. കാര്യം അവരാണ് വിശ്വാസപൂർവ്വം ഇവരെ ഇലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവോടാ. അപ്പൊ ആ ഒരു വിശ്വാസം എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാത്തു സൂക്ഷിക്കണം. ഓക്കെ, it should also deal with the way in which the cooperative will conduct its business practice with fairness in dealings. ഡീലിങ്സിൽ ഫെയർനെസ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ എന്താ പറയുക, അൺഎത്തിക്കൽ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെപ്കോയുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ന്യൂട്രിക്കോ, മാർക്കറ്റ് ഫെഡിന് കേരജമുണ്ട്, ദെൻ കേരഫെഡിന് കേരയുണ്ട്, ഇല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വെളിച്ചെണ്ണ ഉൽപ്പന്നത്തിൽ മായം ചേർക്കാൻ പാടുണ്ടോ? ഇല്ല, മായം ചേർക്കാൻ പാടില്ല. അപ്പൊ ഒരിക്കലും ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം അൺഎത്തിക്കലായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അവരുടെ ബിസിനസ് എത്തിക്കൽ വേയിൽ വേണം ചെയ്യാൻ. ലാഭം ഉണ്ടാക്കുക തന്നെ വേണം, അല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ എയിമെങ്കിലും ദേ നീഡ്സ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത് എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും, നമ്മളല്ല എന്ന് പറഞ്ഞാൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് വേണം, പക്ഷെ ഒരിക്കലും ഒരു അൺഎത്തിക്കൽ വേയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബിസിനസ് നടത്തുവാൻ പാടില്ല. റോസ്ഡെയിൽ നമ്മൾ പഠിച്ചില്ലേ, റോസ്ഡെയിൽ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾ തന്നെ ഏതായിരുന്നു? സെല്ലിംഗ് ഓഫ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ശുദ്ധമായതും മായം ചേരാത്തതുമായ ഗുഡ്സ് വേണം തന്റെ മെമ്പേഴ്സിന് കൊടുക്കാൻ. അത് തന്നെയായിരുന്നു അവരുടെ പ്രിൻസിപ്പിൾ. അതുപോലെ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം ഫെയർനെസ് ഇൻ ഡീലിംഗ്സ് അഡോപ്റ്റ് ചെയ്യണം. ദെൻ പറയുന്നുണ്ട്, ഫോർ ഇറ്റ് എവറി കോപ്പറേറ്റീവ് മസ്റ്റ് ഹാവ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്ത് വേണം? അതിനു വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സംവിധാനം ഉണ്ടാവണം. അപ്പൊ ഒരു കാര്യം അറിയണം, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഈ ഒരു വേർഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് 1970-കളിലാണ് ഈ US അമേരിക്കയിലാണ് ഈ ഒരു വേർഡ് എന്ത് ചെയ്തത്? ഒറിജിനേറ്റ് ചെയ്തത്. കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദ വേ ഇൻ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഇസ് മാനേജ്ഡ് എന്നാണ്. ഏത് രീതിയിലാണ് ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഇപ്പോഴുണ്ട്. ഇപ്പം അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് അവർ എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഏത് രീതിയിലാണ് ഒരു ബിസിനസ് നടത്തുന്നത്, ഫെയർനെസ് ആണോ അല്ലയോ, അപ്പൊ ഇതൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം പറയുന്നുണ്ട്, ബിഹേവ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേറ്റീവ്സ് ദ എത്തിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് IC അംഗീകരിച്ചു തന്നിട്ടുള്ള 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്, 10 കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട്. ഇതനുസരിച്ച് വേണം ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്തിക്കലായിട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കും. ഓക്കെ, അതുകൂടാതെ കോർപ്പറേറ്റ് ഗവേണൻസ് ആ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്? എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? പറയുന്നുണ്ട്, ഗവേണൻസ് മീൻസ് the way in which the power holder uses the power. അധികാരമുള്ള വ്യക്തി ആരാണോ അയാൾ ആ അധികാരം ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഗവേണൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്ട് ചെയ്ത് വിടുവാണ്, അവർക്കാണ് അധികാരം. അപ്പൊ അവർ ഏത് രീതിയിലാണ് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് നയിക്കുന്നത് അതിനെയാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് വിളിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കുന്നത്.
കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരാണ് ഫോം ചെയ്യുന്നത്? നിയമപ്രകാരമാണ് ഫോം ചെയ്യുന്നത്. ആരാ നിയമം തയ്യാറാക്കുന്നത്? ലെജിസ്ലേച്ചർ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ്. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസ് അനുസരിച്ചാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഓഡിറ്റിങ്ങും എൻക്വയറി, ഇൻസ്പെക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ ആര് കൈകടത്തുന്നത്? ഗവൺമെന്റ്. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഗവൺമെന്റ് ഉണ്ട്. കാര്യം ഗവൺമെന്റ് ആണ് നിയമവും റൂൾസ് ഒക്കെ തയ്യാറാക്കുന്നത്. നിയമം ലെജിസ്ലേച്ചർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള റൂൾ ആരാ തയ്യാറാക്കുന്നത്? ഗവൺമെന്റാ. അപ്പൊ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇംപ്ലിമെന്റേറ്റിംഗ് അതോറിറ്റി ആര് തന്നെയാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ അതിൽ നമ്മുടെ ഒരു പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ 4 pillars ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? അതും കൂടെ നമ്മൾ ഇതിനോടുകൂടി പറയുവാണ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ 4 pillars ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ 4 pillars ആണ് കോർപ്പറേറ്റ് ഗവേണൻസിനുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന്, അക്കൗണ്ടബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. ഒന്നേതാണ്? അക്കൗണ്ടബിലിറ്റി. 2, ട്രാൻസ്പെറൻസി. 3, predictability. 4, പാർട്ടിസിപ്പേഷൻ. ഏതൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, predictability ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ ദ 4 pillars ഓഫ് എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത് അതേപോലെ തന്നെ പഠിച്ചേക്കണം. അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. തന്നിൽ ഉത്തരവാദിത്വം ആരാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അവരോടൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഓക്കെ, ജനറൽ ബോഡിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അക്കൗണ്ടബിൾ ആരോടാണ്? ജനറൽ ബോഡിയോടാണ്. അതാണ് അക്കൗണ്ടബിലിറ്റി പറയുന്നത്. ട്രാൻസ്പെറൻസി, സുതാര്യത, പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാവണം, ഫെയർനെസ് ഉണ്ടാവണം, പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവണം. ദെൻ അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ. ഈ 4 കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ 4 pillars നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് 4 പോയിന്റും അതേപോലെ പഠിച്ചേക്കണം. ഏതൊക്കെയാണ്? 1, അക്കൗണ്ടബിലിറ്റി. 2, ട്രാൻസ്പെറൻസി. 3, predictability. 4, പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ദെൻ predictability, P² ഇട്ടാൽ മതി, ATP². അതായത് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, predictability, 2 P ഉണ്ടല്ലോ, ഏതാണ്? പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇതാണ് 4 pillars ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഹൗ ടു ഇവാലുവേറ്റ് എ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് ചോദിച്ചാൽ ഇത് 3 ഡയമെൻഷൻസിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഇവാലുവേറ്റ് ചെയ്യുന്നത്. 1, മെമ്പർ ഡയമെൻഷൻ. 2, എന്റർപ്രൈസ് ഡയമെൻഷൻ. 3, ഏതാണ്? എത്തിക്കൽ ഡയമെൻഷൻ. ഓക്കെ, ഇതിനെ ഈ 3 രീതിയിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിലയിരുത്തൽ നടത്തേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സക്സീഡ് ചെയ്തു, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.